2018-ൽ നമ്മളിൽ പലരും ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്താണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വാങ്ങിയ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പബ്ജി മൊബൈൽ മൾട്ടിപ്ലെയർ ബാറ്റിൽ റോയൽ ഗെയിം കണ്ടത്. അത് ഡൗൺലോഡ് ചെയ്തപ്പോൾ ആദ്യമായി 100 കളിക്കാർ അണിനിരന്ന മാച്ചിലിറങ്ങിയ ആ ത്രില്ല്. പോച്ചിങ്കി, റോഷോക്ക്, സ്കൂൾ, ജിയോർഗോപോൾ ഈ പേരുകൾ ഇന്നും ത്രില്ലുണ്ടാക്കുന്നവയാണ്. ആദ്യമായി ലഭിച്ച ചിക്കൻ ഡിന്നർ. വിന്നർ ചിക്കൻ ഡിന്നർ എന്ന വാക്ക് ക്യാമറ തുറന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ബ്രോ ബിഗ് ഫാൻ, നീ വിഷയമാടാ, നാളെ എന്നെയും ടീമിലെടുക്കോ എന്നൊക്കെയുള്ള മറുപടികൾ. വെറുമൊരു ഗെയിമായിരുന്നില്ല പബ്ജി. ഗെയിമിൽ നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയ ഫ്രണ്ട്ഷിപ്പുകൾ, ബോണ്ടിംഗ്, ട്രസ്റ്റ്, സപ്പോർട്ട് മൈനസ് അതെല്ലാം ഒന്നിച്ചു ചേർന്നൊരു മനോഹരമായ യാത്രയായിരുന്നു അത്. മാച്ച് ലോഡാകുമ്പോൾ മൈക്ക് ഓണാക്കിയപ്പോൾ റാൻഡം ടീമേറ്റ്സ് പറയുന്ന ഡയലോഗുകൾ, എടാ അവനെ അടിക്കണം, ബ്രോ AWM കിട്ടിയോ, ഡാ നീ നോക്കായി, ഡാ റിവൈവടി. അതൊരു പൊളി ടൈമായിരുന്നു. UC കിട്ടാൻ അമ്മയെ വളഞ്ഞതും പേടിഎം ഓഫറുകൾ, ഫ്രീ UC ആപ്പുകൾ, യൂട്യൂബ് ട്രിക്കുകൾ എന്നിവയൊക്കെ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. 2020-ൽ പബ്ജി ഇന്ത്യയിൽ നിരോധിച്ചപ്പോൾ പ്ലേ സ്റ്റോറിൽ പബ്ജി മൊബൈൽ നോട്ട് അവൈലബിൾ ഇൻ യുവർ കൺട്രി എന്ന് കണ്ടത് വലിയ ഞെട്ടലായിരുന്നു. നമ്മളൊന്നും ചെയ്യാനില്ലാതെ യൂട്യൂബിൽ ഹൗ ടു പ്ലേ പബ്ജി യൂസിംഗ് VPN എന്ന് സെർച്ച് ചെയ്തു. VPNൽ ലോഗിൻ ചെയ്ത് ഹൈ പിങ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടും മാച്ച് ലോഡാവുമ്പോഴും നമ്മളെ വിട്ടുപോകാൻ മനസ്സായില്ല. 2021-ൽ BGMI എന്ന ഇന്ത്യൻ വെർഷൻ വന്നപ്പോൾ പുതിയ ഔട്ട്ഫിറ്റുകളും അപ്ഡേറ്റുകളും ഇന്ത്യൻ സ്റ്റൈൽ ഇവന്റുകളുമൊക്കെയായി പഴയ പബ്ജിയുടെ ഫീലാകാമെന്ന് കരുതി കുറേ ദിവസം കളിച്ചു. പക്ഷെ മൈക്ക് ഓണാക്കിയപ്പോൾ കേട്ടു, ബ്രോ ഈ ഗെയിം ഓൾഡ് പബ്ജിയല്ല. ആ സൗണ്ടും ത്രില്ലും മാച്ച് ഇമോഷനുമെല്ലാം പതിയെ കുറഞ്ഞുപോയി. ഇപ്പോൾ 2025-ൽ സ്ക്വാഡ് മെമ്പേഴ്സിന്റെ ഗ്രൂപ്പിൽ ആക്ടിവിറ്റി കുറവാണ്. ഗെയിം കളിക്കാനുണ്ടോ ആരേലും എന്ന ചോദ്യത്തിന് മറുപടി വരാറില്ല. കൂട്ടുകാരിൽ ചിലർ ഓഫീസിൽ പോയി തിരക്കിലാണെന്നും ചിലർ ക്ലാഷ് ഓഫ് ക്ലാൻസ് അല്ലെങ്കിൽ കോഡ് മൊബൈലിലേക്ക് മാറിയെന്നും ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തുപോയെന്നും പറയുന്നു. ഗെയിം അൺഇൻസ്റ്റാൾ ആകുന്ന ശബ്ദം പോലും ഹൃദയഭേദകമാണ്. ഇതൊരു ഗെയിമായിരുന്നില്ല, ഇതൊരു ടൈം പീരിയഡാണ്. ഒരു തലമുറയെ സ്വാധീനിക്കുകയും വിനോദിപ്പിക്കുകയും വൈകാരികമാക്കുകയും ചെയ്ത ഒരു വെർച്വൽ വേൾഡ്. പബ്ജി മൊബൈൽ നമ്മളെ പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്നറിയാമോ? ടീം വർക്ക് എന്താണ്, വോയിസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ മാനേജ് ചെയ്യണം, തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ, സമ്മർദ്ദത്തിൽ ക്ലച്ച് ചെയ്യുന്നത്, ഒരിക്കലും കൈവിടാത്ത മനോഭാവം, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഫ്രണ്ട്ഷിപ്പ്. എന്നാൽ നിങ്ങളുടെ ടീമേറ്റിന് പിന്തുണ നൽകുക എന്തുവന്നാലും. ഗെയിം ഇല്ലാതാകാം, പക്ഷേ അതിലൂടെ ഉണ്ടാക്കിയ ഓർമ്മകൾ ഒരിക്കലും ഇല്ലാതാവില്ല. അറഞ്ചലിൽ സ്കൂൾ ലാൻഡിംഗ്, പോച്ചിങ്കി ഫൈറ്റ്സ്, ലാസ്റ്റ് സോൺ പാമ്പുകൾ ഇതൊന്നും നമ്മൾ മറക്കില്ല. താങ്ക് യു പബ്ജി മൊബൈൽ, ഞങ്ങളുടെ കുട്ടിക്കാലത്തിലെയും യുവത്വത്തിലെയും മികച്ച നിമിഷങ്ങൾ നൽകിയതിന്. വി മിസ് യു, വി റിമെമ്പർ യു ഫോർ എവർ.